കോർപ്പറേഷനിൽ ഭരണ പ്രതിപക്ഷ തർക്കങ്ങൾക്ക് വഴിയൊരുക്കി UDF ഭരണസമിതിയുടെ ധവളപത്രം. LDF കാലത്തെ അഴിമതിയും ധൂർത്തുമാണ് ധവളപത്രത്തിലൂടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് UDF വിശദീകരണം. എന്നാൽ വികസനങ്ങൾ മറച്ചുപിടിച്ച് കൗൺസിലിൽ തെറ്റായ രേഖ അവതരിപ്പിക്കാൻ ശ്രമം നടക്കുന്നതായാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 33 സീറ്റുകളുമായി അധികാരത്തിലെത്തിയതിന് പിന്നാലെ കോൺഗ്രസ് ഭരണസമിതി നടത്തിയ പ്രഖ്യാപനമാണ് ധവളപത്രം അവതരിപ്പിക്കുമെന്നത്. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന കൗൺസിലിൽ അതിനുള്ള ശ്രമം കയ്യാങ്കളിയിൽ അവസാനിച്ചു. എങ്കിലും മുന്നോട്ടു പോകാൻ തന്നെയാണ് ഭരണപക്ഷത്തിന്റെ തീരുമാനം. മുൻ വർഷങ്ങളിൽ ലഭിച്ച പ്ലാൻ ഫണ്ടുകൾ വിനിയോഗിക്കാതെ LDF ഭരണസമിതി തനത് ഫണ്ടുകൾ നഷ്ടപ്പെടുത്തുകയാണുണ്ടായതെന്നാണ് ധവളപത്രത്തിലെ പ്രധാന ആരോപണം. 140.21 കോടി രൂപയുടെ നീക്കിയിരിപ്പ് അഴിമതിയുടെയും ധൂർത്തിന്റെയും ഉദാഹരണമാണെന്നും ഡെപ്യൂട്ടി മേയർ A. പ്രസാദിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. 80 കോടി രൂപ പ്ലാൻ ഫണ്ട് ഇവര് നഷ്ടപ്പെടുത്തിയിട്ട് ഈ 110 കോടി ചെലവഴിച്ചുകൊണ്ടിരിക്കുക. ഈ ദൂർത്ത്, അതായത് തനത് ഫണ്ട് ഇവർ ദൂർത്ത് നടത്തിയാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോർപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇവർക്ക് ഈ പ്ലാൻ ഫണ്ട് ചെലവഴിക്കുന്നതോ ഇത്ര എമൗണ്ടിലൊന്നും താല്പര്യമില്ല. മറിച്ച് ഓൺ ഫണ്ട് എടുത്ത് ഇങ്ങനെ അത് യഥേഷ്ടം ചെലവഴിക്കാം. ലോണിൽ പദ്ധതി വെച്ചിട്ട് അത് കോർപ്പറേഷൻ ബാധ്യമായിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ തന്നെ മാറ്റി നമ്മൾ പുതിയ പദ്ധതികളാക്കി റിവിഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മാക്സിമം അത് ചെലവഴിക്കാൻ ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവും. ഇതിനകത്ത് ഇവർ നികുതി പിരിവിനകത്ത് ഇവർ നടത്തിയിട്ടുള്ള വലിയ കൊള്ളയുണ്ടല്ലോ. ഈ കൊള്ളയാണ് കോർപ്പറേഷനൊക്കെ നികുതി വരുമാനം നഷ്ടപ്പെടുത്തിയത്. LDF ഭരണത്തിലെ കെടുകാര്യസ്ഥത കോർപ്പറേഷന്റെ സാമ്പത്തിക ഭദ്രത തകർത്തുവെന്നാണ് പ്രധാന ആരോപണം. എന്നാൽ ധവളപത്രം എന്ന പേരിൽ തെറ്റായ വിവരങ്ങൾ അവതരിപ്പിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുകയാണെന്നാണ് LDF നിലപാട്. ഇക്കാര്യത്തിൽ പ്രതിഷേധം തുടരുമെന്നും 10 വർഷത്തെ വികസന പദ്ധതികൾ ചർച്ച ചെയ്യാൻ ഭരണസമിതിയെ വെല്ലുവിളിക്കുന്നതായും LDF അംഗങ്ങൾ പറയുന്നു. ഈ ധവളപത്രം ചർച്ച ചെയ്യാനായിട്ട് ഒരു കൗൺസില് അതിന് മാത്രം അജണ്ട വെച്ച് വിളിച്ചോട്ടെ, ഞങ്ങൾ തയ്യാറാണ്. അതിനകത്തൊരു തർക്കമില്ല. നിലവിലെ ധനസ്ഥിതിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ധവളപത്രം ഇറക്കുകയാണെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഇപ്പോഴത്തെ ഭരണസമിതിനെ ഒറ്റയ്ക്ക് ആ അജണ്ട വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ ഞങ്ങൾ പ്രതിപക്ഷം തയ്യാറാണ്. അവരതിന് തയ്യാറുണ്ടോ? ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. അത് ഞങ്ങൾക്ക് പറയാനായിട്ടൊരു അവസരം കിട്ടുകയാണത് സ്വാഭാവികമായിട്ടും. അതിനവർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് പിന്നാലെ നടന്ന 3ാം കൗൺസിൽ യോഗത്തിലാണ് ധവളപത്രത്തെ ചൊല്ലി ബഹളമുണ്ടായത്. നടപടിക്രമങ്ങൾ പാലിച്ച് അജണ്ടയായി അവതരിപ്പിച്ചാൽ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് പ്രതിപക്ഷ നിലപാട്. അതേസമയം കഴിഞ്ഞ ഭരണസമിതിയെ ആരോപണ മുനയിൽ നിർത്തുന്ന ധനസ്ഥിതി വിവരങ്ങൾ ചർച്ച ചെയ്താലും ഇനിയുള്ള കൗൺസിൽ യോഗങ്ങൾ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. ന്യൂസ് മലയാളം, തൃശൂർ.